So the first point, I'm just providing an overview. It is a verbal or written language that almost flows in tune with that of the speech. So that is how prose is largely defined. It's a written language almost in tune with the speech, right? So there is a great affinity or similarity between the speech and prose writing. Poetry is different. Nobody, I think, speaks poetry at any point of time, except maybe Shakespeare's characters. Nobody, or Kalidasa's characters. Nobody else would speak verse or maybe poetry in any context normally. It is the most common form of writing. നമ്മൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ എഴുത്തുകളിൽ ഒരു 80% ആൻഡ് അബവ് പ്രോസ് ആയിരിക്കും. ന്യൂസ് പേപ്പർ ആയാലും സോഷ്യൽ മീഡിയ റൈറ്റിംഗ് ആയാലും നിങ്ങൾ ഉപയോഗിക്കുന്ന ചാറ്റുകളായാലും ടെക്സ്റ്റ് ബുക്കുകളായാലും ട്രാവലോഗ് ആയാലും ബയോഗ്രഫി, ഓട്ടോബയോഗ്രഫി, എസ്സേ, all kinds of works, they belong to this genre called prose. And the word prose actually came from, of course, there is also a fiction and non-fiction, which I'll be explaining later. Prose comes from the Latin word prosa or ratio. Of course, I'm not very sure what is the pronunciation in Latin, meaning straightforward or direct speech. So this is the origin. So the very word prose indicate it's a straightforward utterance or maybe a direct speech. First appeared in England during the 14th century, right? England. And the word was derived from French. Just like you understand, we have borrowed many things from English literature. But English literature in turn has borrowed from French, Latin, and Greek literature. ഇതൊരു കൊടുക്കൽ വാങ്ങൽ പരിപാടിയാണ് മൊത്തത്തിൽ. ഒരു ഇംഗ്ലണ്ടിലെ പല മൂവ്മെന്റും വന്നത് ഫ്രാൻസിൽ നിന്നും ജർമ്മനിയിൽ നിന്നുമാണ്. Greek also had played a significant role in that. So English prose can be broadly divided into fiction and non-fiction. Fiction എന്ന് പറഞ്ഞാൽ കഥ, നോവൽ, അങ്ങനത്തെ കാറ്റഗറി. നോൺ ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ അതല്ലാത്ത കാറ്റഗറി. അതിലേക്ക് നമ്മൾ പിന്നീട് വിശദമായിട്ട് വരാം. In writing, prose refers to any written work that follows a basic grammatical structure, right? ഗ്രാമർ തെറ്റാതെ എഴുതാൻ പറ്റുന്ന എന്ത് സാധനം പറയുമ്പോൾ തന്നെ ഗ്രാമർ തെറ്റിക്കാതെ നമ്മൾ എഴുതുന്ന SVOC പാറ്റേൺ ആണ് ഇംഗ്ലീഷിൽ നമ്മൾ എഴുതുക. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്. മലയാളത്തിൽ തിരിച്ചാണ്. സബ്ജക്റ്റ്, ഓബ്ജക്റ്റ്, വെർബാണ്. ഇപ്പൊ രാമാക്കിൽ രാവണ എന്നാണ് ഇംഗ്ലീഷ് പറയുക. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്. മലയാളത്തിൽ പറയുമ്പോൾ രാവണനെ കൊന്നു. സബ്ജക്റ്റ്, ഓബ്ജക്റ്റ്, വെർബ്. അങ്ങനെയാണ് മലയാളത്തിൽ വരുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം ഭാഷയിൽ ഉണ്ടാവും. ഇംഗ്ലീഷിൽ SVOC പാറ്റേണിലാണ് നമ്മൾ, അല്ല SVO പാറ്റേണിലാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്യുക. ആ സ്ട്രക്ചർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ദിസ് സ്റ്റാൻഡ്സ് ഔട്ട് ഫോർ ദ വർക്ക്സ് ഓഫ് പോയിട്രി. വിരാഗിനെ ചോദിച്ച ചോദ്യം, പോയിട്രിയിൽ എന്താ വ്യത്യാസം വെച്ചാൽ, പോയിട്രി ഇങ്ങനെയല്ല. ഞാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അത് പ്രോസാണ്. തിരിച്ചു പറഞ്ഞാലോ, പോകുന്നു ഞാൻ എന്ന് പറയുമ്പോൾ അത് പോയിറ്റിക്കാണ്. കാരണം അവിടെ നമ്മൾ ഓർഡറൊക്കെ റിവേഴ്സ് ചെയ്യും നമ്മുടെ ഒരു ഇഫക്റ്റിന് വേണ്ടിയിട്ട്. സോ വർക്ക്സ് ഔട്ട് ഇൻ പോയിട്രി വിച്ച് ഫോളോ എ മെട്രിക്കൽ സ്ട്രക്ചർ. പോയിട്രിയിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, പോയിട്രി ഫോളോസ് എ മെട്രിക്കൽ സ്ട്രക്ചർ. വരി വരിയായിട്ടാണ് എഴുതുന്നത്. കോഴ്സ് എല്ലാ പോയിട്രി അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അല്ല. പ്രോസ് പോലെ എഴുതുന്ന കവിതകളും ഉണ്ട്, കുറവാണെന്ന് മാത്രം. പൊതുവേ കവിതയും കഥയായിട്ടുള്ള വ്യത്യാസം, പ്രോസുമായിട്ടുള്ള വ്യത്യാസം എന്താ ചോദിച്ചാൽ, one is written in a straightforward lines, whereas the other is written in stanzas. Prose simply means language that follows the natural patterns found in everyday speech. So prose has a very close proximity with the daily speech. നമ്മൾ ഏകദേശം പറയും പോലെ തന്നെയാണ് പ്രോസിൽ എഴുതുക. ഏകദേശമേ പറഞ്ഞിട്ടുള്ളൂ, എക്സാക്റ്റ് അല്ല. നമ്മൾ സ്ലാങ്ങും മറ്റു വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല എന്നും കൂടി പറയേണ്ടി വരും. Yeah, somebody has raised the hand. I look into it. Yeah, sure. So next point. Now, what is the basic difference between poetry and prose? Because prose is a form of language that follows ordinary grammatical structure rather than rhythmic structure of poetry, such as stanza division. ഒരു പക്ഷേ 2 വരി കപ്ലറ്റ് ആയിരിക്കാം, 4 വരിയുള്ള
കോൺട്രെയിൻ ആവാം, സ്റ്റാൻസ ഫോമാറ്റ് ആവാം, 8-10 വരി ഒരുമിച്ച് എഴുതുന്നതാവാം. അങ്ങനെ ഏത് പാറ്റേണിലും കവിത എഴുതാം. കഥ എഴുതുമ്പോൾ, പ്രോസ് എഴുതുമ്പോൾ നമ്മൾ തിരിച്ചാണ്. യു ജസ്റ്റ് റൈറ്റ് റണ്ണിങ് ലൈൻസ്, നേരെ 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 എഴുതി പോവുക ചെയ്യുക. യു മേക്ക് ഓൺലി പങ്ക്ച്വേഷൻസ്. പാരഗ്രാഫ് ഡിവിഷനും ഉണ്ടാവും, പങ്ക്ച്വേഷനും ഉണ്ടാവും. നോർമൽ എവറിഡേ സ്പീച്ച് ഇസ് സ്പോക്കൺ ഇൻ പ്രോസ് ആൻഡ് മോസ്റ്റ് പീപ്പിൾ തിങ്ക് ആൻഡ് റൈറ്റ് ഇൻ പ്രോസ്. കൂടുതൽ ആൾക്കാരും എഴുതുന്നത് പ്രോസിലാണ്. കാരണം നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അങ്ങനെ എഴുതാൻ പറ്റുന്നതാണ് പ്രോസ് എന്ന് ചുരുക്കം. ആൻഡ് prose comprises of full grammatical sentences which consist of paragraph and foregoes aesthetic appeal in favor of clear, straightforward language. പോയിട്രിയും പ്രോസും ആയിട്ടുള്ള പ്രധാന വ്യത്യാസം എന്താ വെച്ചാൽ, പോയിട്രിയിൽ നമ്മൾ പലതും ചുരുക്കും, കണ്ടൻസ് ചെയ്യും, കുറേ കാര്യങ്ങൾ പറയില്ല. പോയിട്രി പ്രോസും ആയിട്ട് പ്രധാന വ്യത്യാസം എന്താ ചോദിച്ചാൽ, പോയിട്രി കുറേ അൺസെഡ് ആണ്. ഇറ്റ് ഡസ് നോട്ട് സേ എവറിഥിങ് ഇൻ ഡീറ്റെയിൽ ബട്ട് സജസ്റ്റ്. ചില ഒറ്റ വാക്കായിരിക്കും, ഒരു വാക്ക്, ഒരു വരി, അത് ഭയങ്കരമായിട്ട് സജസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു സജസ്റ്റീവ് ലാംഗ്വേജ് ഉപയോഗിക്കുന്ന ഒരു ഏരിയയാണ് പോയിട്രി എന്ന് പറയുന്നത്. നേരെ മറിച്ച് പ്രോസ് ആകുമ്പോൾ ഇറ്റ് എക്സ്പ്ലെയിൻസ് എവറിഥിങ് ഇൻ ഡീറ്റെയിൽ. ഒന്നും വിട്ട് കളയില്ല, എല്ലാം വിശദമായിട്ട് പറയും. നിങ്ങൾ ജസ്റ്റ് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഒരു കഥയും, നിങ്ങൾ കഥാ മത്സരത്തിന് പോകുന്ന, മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ സാധാരണ കഥയും കവിതയും എഴുതാൻ പോകും. നമ്മൾ സ്കൂളും കോളേജിലൊക്കെ നമ്മൾ എഴുതാറുണ്ട്, പലരും എഴുതാറുണ്ടാവും. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാൽ, പോയിട്രിയാണ് എഴുതാൻ നോക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യമൊക്കെ എഴുതി വെച്ചതിന് ശേഷം ഒരുപാട് പ്രാവശ്യം തിരുത്തി എഴുതും. കാരണം പ്രോസ് എഴുതുമ്പോൾ വലിയ തിരുത്തൽ ഉണ്ടാവില്ല. ഏകദേശമൊക്കെ ചില വാക്കുകൾ ആവശ്യമില്ലാണ്ട് വിട്ട് കളയുന്നല്ലാതെ നോർമലി വലിയ തിരുത്തുണ്ടാവില്ല. കാരണം നമ്മൾ പറയും പോലെ തന്നെ എഴുതുന്നൊരു രീതിയാണ് പ്രോസിനുള്ളത്. Whereas in poetry, you have to hide certain things, or maybe you need to condense so many things into a particular form where it suggests more than explain. It can be said of the most reflective conversational speech, just like a conversational speech. ഇപ്പോൾ കഥയിലോ സിനിമയിലോ ഒക്കെ നിങ്ങൾ കാണുന്ന എങ്ങനെ, നമ്മൾ സാധാരണ സംസാരിക്കുന്ന ഒരു ലാംഗ്വേജാണ് സിനിമയിൽ സംസാരിക്കുക. ആൾക്കാർ സംസാരിക്കുന്നത് നമ്മൾ പറയുമ്പോൾ തന്നെയുള്ള ലാംഗ്വേജ് ആയിരിക്കും. നമ്മൾ പറയുമ്പോൾ തന്നെയുള്ള ലാംഗ്വേജ് നമുക്ക് പല കഥയിലും നോവലിലും ഒക്കെ കാണാം. പക്ഷെ കവിതയിലേക്ക് വരുമ്പോൾ നമ്മൾ ആരും പറയാത്ത തരത്തിലുള്ള എക്സ്പ്രഷൻസ് ആണ് ഉണ്ടാവുക നോർമലി. സം വർക്ക്സ് ഓഫ് പ്രോസ് ഡു ഹാവ് വേഴ്സിഫിക്കേഷൻ ഓർ എ ബ്ലെൻഡ് ഓഫ് ടു ഫോർമാറ്റ്സ് ദാറ്റ് ഇസ് കോൾഡ് പ്രോസ് പോയട്രി. ഈ ഒരു കാറ്റഗറി അടുത്ത കാലത്തായിട്ട് വളരെ മുന്നോട്ട് വന്നിട്ടുണ്ട്. പ്രോസ് പോയട്രി എന്ന് പറയും. പ്രോസ് പോലെ തന്നെ എഴുതുന്ന, വരികളല്ലാത്ത നേരെ നേരെ എഴുതുന്ന കവിതകളാണ്. ഈ പോയിട്രിയുടെ ഒരു പങ്ക്ച്വേഷൻ ഒന്നും ഉണ്ടാവും. ഇത് പലപ്പോഴും ഒരു എക്സ്പെരിമെന്റൽ ബേസിസിലാണ് തുടങ്ങിയത്, എക്സ്പെരിമെന്റൽ ബേസിസിലാണ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു കാറ്റഗറി ഉണ്ട്. ഈ കാറ്റഗറി ഒഴിച്ചാൽ മറ്റെല്ലാ കവിതകളും സ്റ്റാൻസ ഫോമിലാണ് ഉള്ളത്. ഈ പ്രോസ് പോയിട്രി എന്നുള്ളത് ഒരു വളരെ ചെറിയൊരു വിഭാഗമാണ്. വളരെ കുറച്ച് പേര് മാത്രമേ ആ ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ളൂ. ദിസ് വിൽ ബി എക്സ്പ്ലെയിൻഡ് ഫർദർ ലേറ്റർ. Now we come to our point where what is fiction and non-fiction, right? എന്താണ് ഫിക്ഷൻ ചോദിച്ചാൽ, പ്രോസ് ക്യാൻ വേരി ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്റ്റൈൽ ആൻഡ് പർപ്പസ്. പ്രോസിന് പോയട്രീനെ അപേക്ഷിച്ചിട്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണേ നിങ്ങൾ ന്യൂസ് പേപ്പർ നോക്കിയാൽ മതി. ന്യൂസ് പേപ്പറിൽ എന്തൊക്കെ ഉണ്ടാവും? ന്യൂസ് ഉണ്ടാവും, സംഭവിച്ച കാര്യങ്ങൾ അതേപോലെ പറഞ്ഞിട്ടുണ്ടാവും. അനാലിസിസ് ഉണ്ടാവും, അത് ഓരോ പത്രത്തിനും വ്യത്യാസമാണ്. ഒരു ഇവന്റ് ഉണ്ടായാലും ഓരോ പത്രവും അതിൻ്റെ രാഷ്ട്രീയവും നിറമൊക്കെ അനുസരിച്ച് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യും. അത് ഒരു കാറ്റഗറി. കാർട്ടൂൺ ഉണ്ടാവും, അത് ഒരു കാര്യത്തിനെ ഹ്യൂമറസ് ആയിട്ട് നോക്കി കാണുന്ന രീതിയാണ്. അഡ്വർടൈസ്മെന്റ് ഉണ്ടാവും, അത് പെർസ്വേസീവ് ആണ്. ഇപ്പോൾ അഡ്വർടൈസ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ഇപ്പോൾ എന്തെങ്കിലും ഒരു അഡ്വർടൈസ്മെന്റ് നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് വാങ്ങാൻ തോന്നും, വിച്ച് യു കോൾ പെർസ്വേസീവ്. അപ്പൊ അങ്ങനെ പ്രോസിന് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ഉണ്ട്. ഇൻഫർമേഷൻ ഉണ്ട്, പെർസുവേഷൻ ഉണ്ട്, മേ ബി നിങ്ങളുടെ ചിന്തയെ സ്വാധീനിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ. PR വർക്ക് എന്നൊക്കെ നിങ്ങളിപ്പോൾ പലപ്പോഴും ചർച്ചയിൽ കാണാറുണ്ട്. PR വർക്ക് ചെയ്യാന്ന് പറയും. അതായത് നമ്മളെ പ്രൊജക്റ്റ് ചെയ്യും. ചിലർ സ്വന്തമായിട്ട് തള്ളി നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ പലതും പ്രോസിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പോയിട്രിക്ക് അത്രയൊരു വ്യത്യസ്തതയില്ല എന്നാണ്. പോയിട്രി സാധാരണ ഒരു ഇൻഡിവിജ്വലിന്റെ എക്സ്പ്രഷനാണ്, ഒരു പ്രത്യേക കാര്യത്തിലേക്കുള്ള എക്സ്പ്രഷനാണ്. പോയിട്രിക്ക് ഈ പറഞ്ഞ പെർസ്വേസീവായ സ്വഭാവമില്ല, ഒരു കാര്യത്തിനെ ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെ സാധാരണഗതിയിൽ പ്രോസിന്റെ അത്ര വെറൈറ്റി ഇതിന്
പോയിട്രിക്ക് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രോസ് എന്ന് പറയുന്നത് പത്രം വായിച്ചാൽ നിങ്ങൾക്ക് 5 സ്റ്റോറി വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം 5 സ്റ്റോറി 5 തരത്തിലായിരിക്കും ഉണ്ടാവും. ഇൻവെസ്റ്റിഗേറ്റീവ് ഉണ്ടാവും, യു എക്സ്പ്ലെയിൻ സർട്ടൻ തിങ്സ്. ഇപ്പോൾ ഇന്നലെ സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞു N95 മാസ്ക് ധരിക്കണം നിർബന്ധമില്ല. അത് ന്യൂസായിട്ട് വന്ന അതിൻ്റെ അടിയിൽ എന്തുകൊണ്ട് നിർബന്ധമില്ല എന്നുള്ളതിൻ്റെ സയൻസ് കുറച്ച് എഴുതിയിട്ടുണ്ട്. സാധാരണക്കാരൻ മനസ്സിലാവുന്ന ഭാഷയിൽ, വളരെ സയന്റിഫിക് ടെർമിനോളജിയിലല്ല. അങ്ങനെ ഓരോന്നും പത്രത്തിൽ നിങ്ങൾ അറിയാം, ഓരോന്നും ഓരോ കാറ്റഗറിയിൽ പെടുന്നതാണ്. ദർ ആർ 4 ഡിസ്റ്റിങ് ടൈപ്പ് ഓഫ് പ്രോസ് ദാറ്റ് റൈറ്റേഴ്സ് യൂസ്. ഇത് ഞാൻ പറയുന്നത് പത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല, എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇതേപോലെ തന്നെ എഴുത്തിലും നമ്മൾ പലതരം കാറ്റഗറൈസേഷൻ ഉപയോഗിക്കും. അതായത് എഴുത്തിൽ ഞാൻ പറയുന്നത് ക്രിയേറ്റീവ് റൈറ്റിങ്ങിൽ, എഴുത്ത് സാധാരണ എഴുത്തല്ല. ഇപ്പം ന്യൂസ് പേപ്പർ റൈറ്റിങ്ങിനൊക്കെ നമ്മൾ സാധാരണ എഴുത്തിലാണ് പെടുന്നത്. അതിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഏരിയയാണ് ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മളുടെ ആവിഷ്കരണം ഉള്ള, അതായത് എഴുത്തുകാരൻ്റെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനെയാണ് നമ്മൾ ആ കാറ്റഗറിയിൽ പെടുന്നത്. അതിന് ഭാഗമായിട്ടാണ് നമ്മൾ ഈ 4 തരത്തിലുണ്ട് എന്ന് ഞാൻ പറയുന്നു. ജേർണലിസ്റ്റിക് റൈറ്റിങ്ങിനെ പറ്റി ഞാൻ പിന്നീട് അടുത്ത സ്ലൈഡിൽ വിശദീകരിക്കുന്നുണ്ട്. നോൺ ഫിക്ഷണൽ പ്രോസ് ആദ്യത്തെ കാറ്റഗറി, ക്രിയേറ്റീവ് റൈറ്റിംഗിൽ ആദ്യത്തെ കാറ്റഗറി നോൺ ഫിക്ഷണൽ പ്രോസ് ആണ്. That is prose that is a true story or fictional account of events and information is non-fiction. ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഈ കാറ്റഗറിയാണ്, നോൺ ഫിക്ഷണൽ പ്രോസ്. That is a true story or a factual account of events. യഥാർത്ഥത്തിൽ നടന്ന ഇൻസിഡന്റ്, ആൻ ഫ്രാങ്കിന്റെ ഡയറി, ഈ കാറ്റഗറിയാണ്, നോൺ ഫിക്ഷണൽ പ്രോസ് ആണ്. ഇങ്ങനെ ഓരോ കാറ്റഗറിയിലും സത്യസന്ധമായി നടന്ന കാര്യങ്ങൾ എഴുതുന്ന രീതിക്ക് നമ്മൾ നോൺ ഫിക്ഷണൽ പ്രോസ് എന്നാണ് പറയുന്നത്. ടെക്സ്റ്റ് ബുക്സ്, ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ്, ഇൻസ്ട്രക്ഷൻ മാനുവൽസ്, they come into this category. ഈ ഇൻസ്ട്രക്ഷൻ മാനുവലും നമ്മൾ ഇതിൽ കൂട്ടുന്നുണ്ട്. അതായത് നിങ്ങളൊരു പുതിയ പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി ലിറ്ററേച്ചർ അതിൻ്റെ കൂടെ വരും. പലപ്പോഴും നമ്മളതെടുത്ത് കളയാ ചെയ്യാറ്, എന്നാലും ഈ കുക്കർ വാങ്ങിക്കുമ്പോൾ പോലും അത് കിട്ടും. പുതിയ സാധനമായാലും പഴയ സാധനമായാലും വാങ്ങുമ്പോൾ എങ്ങനെയെല്ലാം ഉപയോഗിക്കേണ്ടത്, അതിനാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ മാനുവൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഭയങ്കര ഫാക്ച്വലായിരിക്കും, യഥാർത്ഥത്തിൽ ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ തന്നെയായിരിക്കും അതിൽ കൊടുത്തിട്ടുണ്ടാവുക. അതിൽ തീരെ എന്തുണ്ടാവില്ല, ക്രിയേറ്റിവിറ്റി ഉണ്ടാവില്ല. നിങ്ങൾ 1/2 ഗ്ലാസ് വെള്ളം എടുത്തു എന്ന് വിചാരിക്കുക എന്ന് എഴുതുകയില്ല, 1/2 ഗ്ലാസ് വെള്ളം എടുക്കുക എന്ന് മാത്രമേ എഴുതൂ. സോ ആൻ ഫ്രാങ്ക്സ് ഡയറി composed entirely of journal recounting the young teenager's experience of hiding with family in a Nazi-occupied Netherlands during Second World War. Typical example. ഇപ്പം നമ്മളെ സ്വത്ലോനയുടെ ഈ കഥയും ആ കാറ്റഗറി പെടുത്താം. How this particular Chernobyl incident is looked upon from a perspective of a fireman's wife. രണ്ടാമത് ഫിക്ഷൻ, ദാറ്റ് ഈസ് എ ലിറ്റററി വർക്ക്. ഒരു നോവൽ എന്ന് പറയുന്നത് ഈ കാറ്റഗറി പെടും, ഫിക്ഷൻ എന്ന് നമ്മൾ പറയും. ദിസ് ഇസ് ദ മോസ്റ്റ് പോപ്പുലർ ടൈപ്പ് ഓഫ് ലിറ്ററേച്ചർ. ലിറ്ററേച്ചറിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള നോവലാണ്. നിങ്ങൾ എന്നെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ സാഹിത്യം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുള്ളത് നോവലായിരിക്കും. കവിത വായിക്കുന്ന വളരെ കുറച്ച് കുട്ടികൾ ഉണ്ടാവാം, ഇല്ല എന്ന് പറയും. പക്ഷേ മെജോറിറ്റി ഓഫ് യു വുഡ് ഹാവ് ബീൻ would say that I have read a novel. If at all I ask you any book that you have read, ഒരു പക്ഷേ അതിനെക്കാളും കൂടുതൽ നിങ്ങൾ സിനിമ കണ്ടിട്ടും ഉണ്ടാകാം ചിലപ്പോൾ. യൂസ്ഡ് ഇൻ നോവൽസ് ആൻഡ് ഷോർട്ട് സ്റ്റോറീസ് ജനറലി ഹാസ് ക്യാരക്ടേഴ്സ്, പ്ലോട്ട്, സെറ്റിംഗ് ആൻഡ് ഡയലോഗ്. സോ ദിസ് എവറിബഡി നോ വാട്ട് ഈസ് എ ക്യാരക്ടർ, വാട്ട് ഈസ് എ പ്ലോട്ട്, വാട്ട് ഈസ് എ സെറ്റിംഗ് ആൻഡ് വാട്ട് ഡയലോഗ്. ഇത് അതിൻ്റെ എലിമെന്റ്സ് ആണ് ഫിക്ഷൻ്റെ. ക്യാരക്ടേഴ്സ് ഉണ്ടാവും, ദർ ഇസ് എ പ്ലോട്ട് പറഞ്ഞാൽ തമ്മിൽ ഇൻസിഡൻസ് തമ്മിൽ കണക്ഷൻ ഉണ്ടാവും. സെറ്റിംഗ് ഇസ് എ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഓഫ് കോഴ്സ് നോവൽ വിൽ ഹാവ് പ്ലെന്റി ഓഫ് ഡയലോഗ്സ്. ചില ആൾക്കാർ വളരെ വിദഗ്ധരാണ് ഡയലോഗ് എഴുതാൻ. MT പോലത്തെ ആൾക്കാരൊക്കെ മലയാളത്തിൽ വളരെ നല്ല രീതിയിൽ ഡയലോഗ് എഴുതുന്ന ആൾക്കാരാണ്. So there are others as well, definitely. Now, after this, we go to the next slide. There are types of novels. Now these two types are a little bit maybe strange to you. Let me just explain. Heroic prose, a literary work that is either written down or preserved through oral tradition. ഇപ്പൊ തച്ചോളിയതിൻ്റെ കഥ, അല്ലെങ്കിൽ കിങ് ആർതർ, ഇംഗ്ലീഷിലാണെങ്കിൽ അതാണ് കഥ, കിങ് ആർതറുടെ കഥ, നമ്മളെ വിക്രമാദിത്യ രാജാവിൻ്റെ കഥ, അതൊക്കെ നിങ്ങൾ ഒരു പക്ഷേ വായിച്ചിട്ടുണ്ടാകും. ഇറ്റ് ഈസ് മെന്റ് ടു ബി റിസൈറ്റഡ്. ഈ ഓറൽ പോയിട്രി, മലയാളത്തിൽ വളരെ കുറച്ച് ഓറൽ പോയിട്രി ഉള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വടക്കം പാട്ടുകൾ. വടക്കം പാട്ടുകൾ ആരെ എഴുതി നമുക്ക് ആർക്കും അറിയില്ല. ഓറൽ ട്രഡീഷനിൽ കൈമാറി വന്നതാണ്, വാമൊഴിയായിട്ട് വന്നതാണ്. അപ്പൊ അതിന്റെ വിഷയം എന്താ ചോദിച്ചാൽ, തച്ചോളി ഉദയൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം, അദ്ദേഹം ജീവിച്ചിരുന്നുണ്ടോ നമുക്ക് ഉറപ്പൊന്നുമില്ല, ഉണ്ടാവാതിരിക്കുക. എന്തായാലും ഇദ്ദേഹത്തിന്റെ വീരസാഹസ കൃത്യങ്ങളാണ്, അതാണ് ഇതിന്റെ തീം.
So heroic prose is usually done in a legendary or a fable mode. ലെജൻഡുകളായിരിക്കും ഇത് ഉണ്ടാവും. നമ്മൾ കായംകുളം കൊച്ചുണ്ണിനെയൊക്കെ പറ്റി പറയും പോലെ റോബിൻ ഹുഡ് സ്റ്റോറീസ് അതേമാതിരി. ഇപ്പോൾ അവർ ഭയങ്കര പെർഫോമേഴ്സ് ആയിരിക്കും. അവർ ഭയങ്കര ആൾക്കാർക്ക് നോർമലി ചെയ്യാൻ പറ്റാത്ത അസാമാന്യമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. So in 20th century Irish tales revolving around mythical warrior Finn MacCool is an example of heroic prose. നമ്മുടെ നാട്ടിൽ വടക്കൻ പാട്ടുകൾ, കിങ് ആർതറുടെ കഥകൾ, വിക്രമാദിത്യന്റെ കഥകൾ, ഇതൊക്കെ ഈ കാറ്റഗറിയിൽ പെടുന്നതാണ്. ഇതിപ്പോൾ അത്ര കോമൺ അല്ല. അങ്ങനെ ഈ ഹീറോയിസം അങ്ങനെ ആൾക്കാർ എഴുതാറില്ല. സിനിമയിലെ മാത്രമേ നമ്മളിപ്പോൾ ഹീറോയിസം അങ്ങനെ കാണാറുള്ളൂ. ഒരടിക്ക് 10 പേര് പാറിപ്പോകുന്ന തരത്തിലുള്ള കഥകളൊക്കെ നമ്മൾ നോർമലി സിനിമയിലേ കാണാറ്. സോ ബട്ട് ദിസ് ഇസ് എ കാറ്റഗറി വെർ യു റൈറ്റ് ഹീറോയിക് പ്രോസ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോസ് പോയംസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. പോയിട്രി റിട്ടൺ ഇൻ പ്രോസ് ഫോം. ദിസ് എ ലിറ്റററി ഹൈബ്രിഡ് റിഥമിക് ആൻഡ് റൈമിംഗ് പാറ്റേൺ. ഇത് ലിറ്ററേച്ചറിൽ ഇതൊരു ഹൈബ്രിഡ് പാറ്റേൺ ആണ്. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ചേർത്ത് വെച്ചത്. പോയട്രിയും പ്രോസും കൂടി ചേർത്ത് വെച്ചതാണ് ഈ പറഞ്ഞ പ്രോസ് പോയട്രി എന്ന് പറഞ്ഞത്. ദാറ്റ് ഈസ് പോയട്രി റിട്ടൺ ഇൻ പ്രോസ്. അതാണ് പ്രോസ് പോയട്രി. ഫ്രഞ്ച് പോയിസ് ബോദിലെയർ. നിങ്ങൾ ബി ഡ്രങ്ക് എന്നുള്ള കവിത പഠിച്ചതായിട്ട് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുക. മെയിൻ സ്റ്റുഡൻസ് കഴിഞ്ഞ വർഷം അപ്രീഷിയേറ്റിംഗ് പോയട്രിയിൽ ബോദിലെയറിൽ, ചാൾസ് ബോദിലെയർ ഫ്രഞ്ച് കവിയാണ്, അദ്ദേഹത്തിന് ബി ഡ്രങ്ക് എന്നുള്ള കവിത പഠിച്ചിരുന്നു. അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? You have to be always drunk. That is all there is to it. It is the only way. വളരെ സാധാരണ നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജ് എഴുതിയിട്ടുള്ളത്. നമ്മളെപ്പോഴും അടിച്ച് ഫിറ്റായിട്ടിരിക്കണം, അത് മാത്രമേ നമുക്കൊരു വഴിയുള്ളൂ. ആ കവിതയ്ക്ക് വേറെ ഒരു മാനമുണ്ട്. അതായത് എല്ലാവരും ഡ്രിങ്ക് ചെയ്യാന്നുള്ളതല്ല ഉദ്ദേശം. അതിന് വേറൊരു ഡയമെൻഷൻ ഉണ്ട്. എടുക്കുമ്പോൾ ആ ക്ലാസ്സിൽ ഞാനത് പറഞ്ഞു തരാം. ഞാൻ ജസ്റ്റ് സൈറ്റിംഗ് ദിസ് ആസ് എ എക്സാമ്പിൾ. സോ ബോദിലേഴ്സ് പോയം ബി ഡ്രങ്ക് ഈസ് എ എക്സാമ്പിൾ ഓഫ് prose poetry, where prose is used instead of rhythmical lines. Now, we come to the next slide. Maybe this will be the, well, we'll just finish with 2 more slides. Now, the introduction of prose or maybe poetry. What is the difference between poetry and പ്രോസ്? ഇത് വിരാഗിണി ചോദിച്ചിരുന്നു, അവിടെ പോയോ എന്നറിയില്ല. അപ്പൊ സമയത്ത് നോക്കട്ടെ. ജസ്റ്റ് 32. വിരാഗിണി ഉണ്ടെങ്കിൽ കേൾക്കാം, ഇല്ലെങ്കിൽ റെക്കോർഡിംഗ് കേട്ടോളൂ. സോ വാട്ട് ഈസ് പ്രോസ്? പ്രോസ് ഫോളോസ് നാച്ചുറൽ പാറ്റേൺസ് ഓഫ് സ്പീച്ച്. ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഐ മെയ്ഡ് വെൻ ഐ ബിഗാൻ ദ ക്ലാസ്. ദിസ് ഇസ് ജസ്റ്റ് എ റിപ്പീറ്റേഷൻ. ഇറ്റ് ഫോളോസ് എ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ ഇൻ സെന്റൻസസ് ആൻഡ് പാരഗ്രാഫ്സ്. യൂസസ് എവറിഡേ ലാംഗ്വേജ്. സെന്റൻസസ് ആൻഡ് തോട്ട്സ് കണ്ടിന്യൂ അക്രോസ് ലൈൻസ്. ഞാൻ നേരത്തെ പറഞ്ഞതിനെ ഞാനൊന്ന് ബുള്ളറ്റിൻ ചെയ്ത് വെച്ചു എന്ന് മാത്രം. ഇതാണ് ഈ സൈഡിൽ ഞാൻ ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ പ്രോസ് വേഴ്സസ് വേഴ്സ് എന്നുള്ള ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഈ ഐഡിയാസ് തന്നെ വേറെ രീതിയിൽ അത് പറഞ്ഞിട്ടുണ്ടാവും. പോയിട്രിയിലേക്ക് വരുമ്പോൾ എന്തൊക്കെ മാറ്റം ഉണ്ടാകുന്നത്? ഇറ്റ് ഹാസ് ഡെലിബറേറ്റ് പാറ്റേൺസ്. റൈമും റിഥവും ഒക്കെ ഉണ്ട്. പ്രാസ ഉണ്ട്. ചെല്ലാൻ പറ്റും. കവിത ഇങ്ങനെ നമ്മൾ പ്രത്യേക രീതിയിൽ കവിത റിസൈറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. പ്രോസ് അങ്ങനെ റിസൈറ്റ് ചെയ്യാൻ പറ്റില്ല. വായിക്കാനേ പറ്റൂ, പ്രോസ് റിസൈറ്റ് ചെയ്യാൻ പറ്റില്ല. മെനി പോയംസ് ഹാവ് ഫോർമൽ മെട്രിക്കൽ സ്ട്രക്ചർ. വൃത്തം, സന്ധി, സമാസം, ഇങ്ങനെ കുറേ സാധനങ്ങൾ കവിതയിലുണ്ട്. അത് ഒന്നും പ്രോസിലില്ല. റിപ്പീറ്റിംഗ് പാറ്റേൺസ് ഓഫ് ബീറ്റ്സ് കവിതയിലുണ്ടാവും. താളം, ആവർത്തിച്ച് വരുന്നൊരു താളം കവിതയിലുണ്ടാവും. ഇൻകോർപ്പറേറ്റ് മോർ ഫിഗറേറ്റീവ് ലാംഗ്വേജ്. കവിത എപ്പോഴും ഒരു ഫിഗറേറ്റീവ് ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുക. സിമിലി, മെറ്റഫർ, അങ്ങനെയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ ഒരു ഫിഗറേറ്റീവ് ലാംഗ്വേജ് ആണ്. അതായത് ആലങ്കാരിക ഭാഷയാണ് കവിത ഉപയോഗിക്കുക. അലങ്കാരത്തിലൂടെയാണ് പറയുക. പ്രോസിൽ അലങ്കാരങ്ങൾ ഉണ്ടാവാം, പക്ഷെ പോയട്രിയുടെ അത്ര ഓബ്വിയസ് ആയിരിക്കില്ല എന്ന് മാത്രം. പോയംസ് വിഷ്വലി സ്റ്റാൻഡ് ഔട്ട് എസ് എ പേജ് വിത്ത് നാരോ കോളംസ്. പലപ്പോഴും കവിത എന്ന് പറയുന്നത് നാരോ ആയിരിക്കും. കാരണം ഫുൾ പേജ് നിറഞ്ഞു നിൽക്കില്ല. കവിത ഇങ്ങനെ മുറിച്ച് 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 പറയുന്നതായിരിക്കും. വേരിയിങ് ലെങ്ത്, വൈറ്റ് സ്പേസ് ദാൻ പ്രോസ്. എന്താണെന്ന് വെച്ചാൽ പ്രോസിന്റെ ടെക്സ്റ്റ് എടുത്താലോ എവിടെയും ബ്ലാങ്ക് സ്പേസ് ഉണ്ടാവില്ല, എല്ലാം നിറഞ്ഞു നിൽക്കും. അപ്പോൾ നിറഞ്ഞ് എക്സ്പ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ തരത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് പ്രോസ്. നേരെ മറിച്ച് വരി വരിയായിട്ട് എഴുതുന്നത്, ധാരാളമായിട്ട് സ്പേസ് വിടുന്നതായിട്ടുള്ള രീതിയാണ് കവിതയ്ക്കുള്ളത്. ഡെലിബറേറ്റ് ലൈൻ ബ്രേക്സ്. ഒരു വരി മുഴുവനാക്കാൻ ചിലപ്പോൾ സമ്മതിക്കില്ല. ആ വരി അവിടെ മുറിച്ചിട്ട് അടുത്ത വരി, അങ്ങനെ ഒരു 3-4 വരികൾ കൊണ്ടേ ഒരു സെന്റൻസ് പൂർത്തിയാവും. നേരെ മറിച്ച് പ്രോസിൽ അങ്ങനെയല്ല. ഒരു സെന്റൻസ് തുടങ്ങി അത് കഴിയുന്നവരെ ഒറ്റയടിക്ക് നീങ്ങിപ്പോവും. അതായത് മുറിക്കില്ല എവിടെ.
പോയിട്രി ആകുമ്പോൾ നമുക്ക് ലൈൻ ബ്രേക്സ് ഉണ്ടാവും. നമുക്കതിനെ റൺ ഓൺ ലൈൻസ് എന്നാണ് ലിറ്ററേച്ചറിൽ പറയുക. സോ പോയിട്രി ഹാസ് മോർ റൺ ഓൺ ലൈൻസ്, whereas prose has literally no run on lines. Now, I'm just giving an example before I wind up. 2 examples. The woods are lovely, dark and deep, but I have promises to keep, and miles to go before I sleep, and miles to go before I sleep. ഈ ഒരു തീരെ പാടാനൊന്നും അറിയാത്ത, അല്ലെങ്കിൽ പാടിയാൽ ആൾക്കാർ ഓടിപ്പോകുന്ന എനിക്ക് പോലും ഇത് വായിക്കുമ്പോൾ ഒരു താളമൊക്കെ വരും. കവിത വായിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലായിട്ട് വരും. അത് സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഓൺ എ സ്നോ ഈവനിങ് എന്നുള്ളത് നിങ്ങൾ പലരും പഠിച്ചിട്ടുണ്ടാവുന്ന റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ പ്രസിദ്ധമായിട്ടുള്ളൊരു കവിതയുടെ അവസാനത്തെ 4 വരിയാണ് ഞാൻ ഇവിടെ വുഡ്സ് എ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ്, ദ വുഡ്സ് എ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ ഗംഭീരമായിട്ട് ചെല്ലാൻ പറ്റും, നന്നായി ചെല്ലാൻ അറിയുന്ന ആൾക്കാർ. എന്നാൽ പ്രോസിലേക്ക് വരുമ്പോൾ ഇത്തരം താളങ്ങളൊന്നുമില്ല, വളരെ സിമ്പിളാണ്. ഇത് ഞാൻ പ്രോസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് വായിക്കാം, ഇതെങ്ങനെ ഉണ്ടാവും നോക്കാം. ഇത് അതേ അർത്ഥം തന്നെ, ആശയം തന്നെ ഞാൻ പ്രോസിലേക്ക് എഴുതാം. ദ വുഡ്സ് ലുക്ക് ലവ്ലി against the setting darkness as I gaze into the mysterious depths of the forest. I feel like lingering little longer. However, I have pending appointments to keep and much distance to cover before I settle in for the night, or else I'll be late for all of them. ഇതിൽ നിങ്ങൾ എത്ര മെനക്കെട്ടാലും ഈ വുഡ്സ് ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ് എന്ന് പറയുമ്പോൾ പറയാൻ പറ്റില്ല. മാത്രമല്ല വാക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ കവിതയിലാകെ 15 വാക്കാ പറഞ്ഞു വെച്ചാൽ ഇതിൽ 25 പറഞ്ഞിട്ടുണ്ട്. കാരണം കവിതയ്ക്ക് നടുക്ക് കുറേ സാധനം വിട്ടുകളയാം, വേറെ ഒന്നും പറയണ്ട. ദ മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇത് പറയാൻ വേണ്ടി നമ്മൾ 2 സെന്റൻസ് എടുത്തത്. ഐ ഹാവ് പെൻഡിങ് അപ്പോയിന്റ്മെന്റ്സ്, മച്ച് ഡിസ്റ്റൻസ് ടു കവർ എന്നൊക്കെ പറയുന്നതിന് പകരം മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്നുള്ള ഒറ്റ വാക്ക് പറഞ്ഞാൽ. So the above paragraph is conveying a similar message, but it is conveyed in ordinary language without any metrical structure to bind it എന്ന് പറയുന്നുണ്ട്. ടെക്സ്റ്റിന്റെ ഫീച്ചേഴ്സ് ഒരു കാര്യം കൂടി ലെഫ്റ്റ് സൈഡിലെ സൈഡ് കൊടുത്തിട്ടുണ്ട്. പുതിയ കുട്ടികളോട് പറയാനുള്ളത്, ഈ പ്രസന്റേഷൻ ആസ് സച്ച് നിങ്ങൾക്ക് അവൈലബിൾ ആവും, പക്ഷേ നിങ്ങൾക്ക് അതെന്ത് ചെയ്യാം, സ്ക്രീൻഷോട്ടും എടുത്ത് വയ്ക്കാം ആവശ്യമുണ്ടെങ്കിൽ. അത് നോട്ട്സൊക്കെ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കളയാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ പരീക്ഷ കഴിയുന്നവരെ സ്ക്രീൻഷോട്ടുകൾ എന്തെങ്കിലും ഒരു ഫോൾഡറിലൊക്കെ ഇട്ടിട്ട് സേവ് ചെയ്ത് വെക്കാം, പരീക്ഷ എന്നുള്ള അർത്ഥത്തിൽ. അത്രേ എന്നുള്ളൂ. So we'll just come to end of today's presentation, and maybe over to you, Prem. Thank you, Prashant, and to those who are now who are on live YouTube, please do subscribe to our channel, and we will be posting certain things. Of course, the whole class room atmosphere, including quiz and all, will be given only in the Prime Plus account, and that is available via English Skills 1. So please look into that also. If you feel like you can, we encourage you to register. So thank you very much. The live session is hereby ended.